ഹായ്, എന്തായി ബ്രേസസ് ഒക്കെ ഊരിയില്ലേ? അപ്പോൾ ചിരിയൊക്കെ അടിപൊളിയല്ലേ? ഈ അടിപൊളിയായിട്ടുള്ള ചിരി വീണ്ടും പഴയതുപോലെ ആദരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പുതിയ പൊസിഷനിൽ വന്ന പല്ലുകൾക്ക് വീണ്ടും പഴയ പൊസിഷനിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി കാണും. അതിനാണ് സാധാരണ റിലാപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയ പൊസിഷനിൽ വന്ന പല്ലിന് ചുറ്റുമുള്ള മോണയ്ക്ക് വീണ്ടും പഴയ പൊസിഷനിലോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും, ഒരു ഇലാസ്റ്റിക് ടെൻഡൻസി ഉണ്ടാവും. അപ്പം അത് നമ്മൾ ഇതിനുള്ളൊരു മെയിൻ കാരണമാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുതിയ പൊസിഷനിൽ ഈ ടങ് ഫോഴ്സ്, അതുപോലെ മസിൽ ഫോഴ്സ്, ലിപ് ഫോഴ്സ്, അതിൻ്റെ കൂടെ തന്നെ പേഷ്യൻ്റ് വളരുന്നതിനനുസരിച്ച് ഗ്രോത്തിൽ വരുന്ന ഇൻഫ്ലുവൻസ് കാരണം പല്ലിൻ്റെ പുതിയ പൊസിഷനിൽ സ്റ്റെബിലിറ്റി കുറവ്, ഇതെല്ലാം കൂടെ കൊണ്ടാണ് ഈ റിലാപ്സ് വരാനുള്ള മെയിൻ കാരണം. അപ്പം ഈ പുതിയ പൊസിഷനിൽ പല്ലിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഈ റിലാപ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീറ്റൈനേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ റീറ്റൈനേഴ്സ് എന്ന് വെച്ചാൽ പല തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചില കേസുകളിൽ നമുക്ക് റിറ്റൈനറെ യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, എസ്പെഷ്യലി ആൻറ്റീരിയർ ക്രോസ്ബൈറ്റ് പോലത്തെ കേസുകളിൽ. അതുപോലെ ചെറിയ ചെറിയ മൈനർ കറക്ഷൻസിലൊന്നും ചിലപ്പോൾ നമുക്ക് റിറ്റൈനേഴ്സിൻ്റെ ആവശ്യം വരില്ല. പിന്നെ ചില കേസുകളിൽ നമുക്ക് ഷോർട്ട് ടൈം ഡ്യൂറേഷൻ, അതായത് ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയേഴ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ. സാധാരണ 4 പല്ലൊക്കെ എടുത്ത് ചെയ്യുന്ന കേസുകൾ, അതുപോലെ ചെറിയ നിരതെറ്റിലുള്ള കേസുകൾ, ചെറിയ വിടവുകളുള്ള കേസുകൾ, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ സാധാരണ ഒരു ഷോർട്ട് ടൈം റിട്ടൻഷൻ പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കാറ്. എന്നാൽ ചില കേസുകളിൽ നമുക്ക് ലോങ് ടൈം റിട്ടൻഷൻ വേണം. ലോങ് ടൈം റിട്ടൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഈ 2 പല്ലിൻ്റെ ഇടയിൽ വിടവുള്ള കേസുകൾ, അല്ലെങ്കിൽ നല്ലോണം തിരിഞ്ഞ കേസുകൾ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ ഈ പുതിയ പൊസിഷനിൽ ഈ പല്ലിൻ്റെ സ്റ്റെബിലിറ്റി ക്വസ്റ്റ്യനബിളായിട്ട് നമുക്ക് ഡോക്ടേഴ്സിന് എപ്പോഴാണ് തോന്നുന്നത്, അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് നമ്മൾ ലോങ് ടൈം റിട്ടൻഷൻ ആവശ്യം വരാറുള്ളത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീറ്റൈനേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമൂവബിളും ഫിക്സ്ഡും ഉണ്ട്. ഫസ്റ്റ് റിമൂവബിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലാണ് മെയിനായിട്ട് നമ്മൾ ഒറ്റക്കമ്പി എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മൾ ഹോളീസ് റീറ്റൈനർ, അതാണ് നമ്മൾ കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫ്രണ്ടിലൊരു കമ്പിയും ബാക്കിൽ 2 സൈഡിലായിട്ട് വേറെ 2 കമ്പികളുണ്ടാവും. അതിലെ ഫ്രണ്ടിലെ കമ്പി പല്ലിനെ പുതിയ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാനും ബാക്കിലെ 2 കമ്പികൾ ആ പ്ലേറ്റ് വായിൽ ഹോൾഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. A6 റീറ്റൈനറാണ് പിന്നെ രണ്ടാമതൊരു റിമൂവബിൾ അപ്ലയൻസ്. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എസ്തെറ്റിക് ആണ്. അതുപോലെ തന്നെ അത് ബൾക്കിനെസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കുന്നതിനും അതുപോലെ നാവിനൊന്നും വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലിനിക്കിൽ ഒന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ടൈപ്പാണ് ഫിക്സ്ഡ് റീറ്റൈനേഴ്സ്. ഫിക്സ്ഡ് റീറ്റൈനേഴ്സ് എന്ന് പറഞ്ഞാൽ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സ്ഡ് റീറ്റൈനറാണ് ഫിക്സ്ഡ് ലിംഗൽ റീറ്റൈനർ. ഇത് എങ്ങനെയുള്ള കേസുകളാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിഡ് ലൈൻ ഡയസ്റ്റീമ, അതുപോലെ സിവിയർലി റൊട്ടേറ്റഡ് കേസസ്, അതായത് പല്ല് നല്ല തിരിവൊക്കെയുള്ള കേസുകളിൽ നമുക്ക് ചിലപ്പോൾ ലോങ് ടേം റിട്ടൻഷൻ ആവശ്യം വരും. അങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ ഈ ഫിക്സ്ഡ് ലിംഗൽ റിട്ടൈനർ കൊടുക്കൽ. അത് സാധാരണ കൊടുക്കൽ പല്ലുകളുടെ ബാക്ക് സൈഡിലൂടെ നമ്മൾ ഒരു കമ്പി കോമ്പോസിറ്റ് എന്ന ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കുക ചെയ്യുക. അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുള്ളിടത്തോളം കാലം ഒരുവിധം കേസുകളിലൊന്നും പല്ലുകൾ വീണ്ടും പഴയ പൊസിഷനിലോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. എസ്പെഷ്യലി ഈ ഡയസ്റ്റീമ കേസുകളിലൊക്കെ വീണ്ടും ഗ്യാപ്പ് ഓപ്പൺ ആവലൊക്കെ സാധാരണ എല്ലാ പേഷ്യൻറ്റും പറയുന്ന കംപ്ലയിൻ്റ് ആണ്. അതൊക്കെ നമുക്കൊരു പരിധി വരെ ഈ FLR, അതായത് ഫിക്സ്ഡ് ലിംഗൽ റിട്ടൈനർ വെച്ചിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് ഭയങ്കര ടെക്നിക് സെൻസിറ്റീവ് പ്രൊസീജിയറാണ്. അതായത് വൃത്തിക്ക് ചെയ്യേണ്ടി വരും. രണ്ടാമത് അത് വൃത്തിയിൽ ഹൈജീൻ ചെയ്ത് ബ്രഷ് ചെയ്ത് വൃത്തിയിൽ കൊണ്ടു നടക്കേണ്ടിയും വരും. അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊട്ടുന്നതിനനുസരിച്ച് ക്ലിനിക്കിൽ വന്നിട്ട് പുതുതായിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ വൃത്തിയിൽ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോങ് ടൈം സ്റ്റെബിലിറ്റി നമ്മളെ പല്ലിന് മൊത്തത്തിൽ കിട്ടുന്നതാണ്. സാധാരണ ഒരു ഓർത്തോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര കാലം റീറ്റൈനേഴ്സ് ഇടണം, അതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിലെ 1 ഇയർ ഒരു അറ്റ്ലീസ്റ്റ് 20 hours പെർ ഡേ, രാവിലെയും രാത്രി മൊത്തത്തിൽ ഒരു 20 മണിക്കൂറെങ്കിലും മിനിമം ഇടുക. അതിന് ശേഷം പതുക്കെ രാത്രി മാത്രം ആക്കിയിട്ട് കുറയ്ക്കുക. അതിനുശേഷം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട്, അതായത് ഫസ്റ്റിലെ 1 ഇയർ ഫുൾ ടൈം ഇടുക, പിന്നെ ഒരു 6 മാസം രാത്രി മാത്രം ഇടുക. പിന്നെ പതുക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പേഷ്യൻ്റ് തന്നെ സ്വയം ചെക്ക് ചെയ്യുക എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന്. ഇൻ കേസ് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ഈ രാത്രി ഇടുന്നത് കുറച്ചും കൂടെ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഡോക്ടറെ പോയി കാണിക്കാവുന്നതേ ഉള്ളൂ.